MTBs ഇങ്ങനത്തെ വിയേർഡ് ആയിട്ടുള്ള സൗണ്ട് കേൾക്കാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇത് ചിലർക്ക് ഭയങ്കര അനോയിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആവും. സോ ഇതെങ്ങനെയാണ് സീറോ കോഴ്സിൽ മാറ്റിയെടുക്കാന്നാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. വിചാരിക്കണ്ടോ എവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത്? ഈ കാണുന്ന ഡിസ്ക് ബ്രേക്സിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്. നിങ്ങളുടെ സൈക്കിൾ ഡിസ്ക് ബ്രേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതിൽ ഓയിൽ കൊടുക്കുന്നത്. ഓയിൽ കൊടുത്ത് നിങ്ങളുടെ സൈക്കിളിൻ്റെ ലൈഫ്, ഈ ഡിസ്ക് ബ്രേക്സിൻ്റെ ലൈഫ് കുറയും. പിന്നെ ഗിർ ഗിർ എന്ന് പറഞ്ഞ സൗണ്ടും നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എങ്ങനെയാണ് മാറ്റിയെടുക്കുക? ഇത് ഞാൻ കാട്ടിയത് സീറോ കോഴ്സിൽ എങ്ങനെയാണ് ഈ ഒരു ഡിസ്ക് ബ്രേക്സിൻ്റെ ഈ സൗണ്ട് ഗിർ ഗിർ എന്ന് പറഞ്ഞ സൗണ്ട് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സീറോ കോഴ്സിൽ കേട്ടോ. സോ വാച്ച് ദ വീഡിയോ. വിചാരിക്കാൻ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് ഇതിന് വേണ്ടതെന്ന്. ഫസ്റ്റ് തന്നെ ഒരു പഴയൊരു ടൂത്ത് ബ്രഷ്, പിന്നെ ഒരു സോപ്പ്, ഒരു ഡേറ്റ് കഴിഞ്ഞൊരു സോപ്പ്, പിന്നെ ഒരു ബക്കറ്റ് ഫുള്ളും വെള്ളം. ഇതാണ് ഈ സൊല്യൂഷന് വേണ്ടത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഈ ഒരു ബ്രഷുമേ ഈ സോപ്പ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ തേക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസ്ക് ബ്രേക്സുമേ ഇങ്ങനെ തേച്ച് കൊടുക്കുക. സോ ഇതുമ്പോൾ ഗ്രീസൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടുകളൊക്കെ വരുന്നത് കേട്ടോ. ഗ്രീസൊക്കെ കുറയുമ്പോഴും പിന്നെ കൂടുമ്പോഴാണ് ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ എല്ലാം ഇതുമ്മ ബ്രഷ് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സോ ഗൈസ് നോക്ക്, ഞാൻ ഈ സോപ്പ് വെച്ചിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയ ഡിസ്ക് ബ്രേക്ക് ഇത് ഗ്രീസ് എല്ലാം പോയിട്ടുണ്ട്. ഇനി നോക്കട്ടെ, മറ്റേ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ബാക്ക് അടിച്ച് പോയി കണ്ടോ. ദേ ഇങ്ങനത്തെ സൗണ്ട് വരാറ്, ദേ ഇങ്ങനത്തെ സൗണ്ട് വരാറ്. പക്ഷെ ഞാൻ ഫ്രണ്ടിലാണ് ചെയ്തത്, ബാക്കിൽ പക്ഷെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഉടച്ചിട്ടില്ല. ഇത് നോക്കിയേ, ആ സൗണ്ട് എന്ന് പറഞ്ഞ സാധനം, ആ ഗീ എന്ന് പറഞ്ഞ സൗണ്ട് ഇതുവരെ ആയിട്ട് വരുന്നതാട്ടോ. കണ്ടോ? സോ ഇത് 100% റിയലാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ സൈക്കിളിൽ ഇങ്ങനത്തെ സൗണ്ട് വരാണെങ്കിൽ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ മീ, ഇൻസ്റ്റാഗ്രാം, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.